പെൺകുട്ടികളെ ദൂരത്തേക്ക് കല്യാണം കഴിച്ച് വിടുന്നതിനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ അങ്ങനെ ദൂരത്തേക്ക് കല്യാണം കഴിച്ച് വിട്ട ഒരു പെൺകുട്ടിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതിൻ്റെ വിഷമം എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മളൊന്ന് പോകണമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഉമ്മനെയും ഉപ്പനെയും ഒക്കെ ഒന്ന് കാണാനൊക്കെ തോന്നും, എല്ലാവരെയും ഒന്ന് കാണാനൊക്കെ തോന്നണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് അങ്ങനെ പോകാൻ കഴിയില്ല. അതേസമയം അടുത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-15 മിനിറ്റ് അരമണിക്കൂർ ട്രാവലിംഗ്, ഇനിയിപ്പോൾ വൺ അവർ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, എന്നാലും പോയി വരാം. പക്ഷേ എനിക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ബസ് കയറണം, 3 മണിക്കൂർ ട്രാവൽ ചെയ്യണം. അപ്പോൾ എങ്ങനെ ആയിട്ടുണ്ടെങ്കിലും ഒരു ദിവസം 8 പോകാമെന്നുള്ളത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല. അപ്പോഴൊക്കെ നല്ല വിഷമം തോന്നും കേട്ടോ. പക്ഷേ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കുറേ നിന്നിട്ടുണ്ട്. 10-15 കൊല്ലത്തോളം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് സ്ഥിരം നിന്നത്. പിന്നാണ് അതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് താമസമായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ചോദിച്ചാൽ പറയും ഇത്രയും കൊല്ലം അവിടെ നിന്നിട്ട് മതിയായിട്ടില്ലേന്ന്. പക്ഷേ അത് നമുക്ക് എത്ര കൊല്ലം നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്വർഗം തന്നെയാണ് അല്ലേ. നമുക്ക് എന്തെന്നായിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പുതിയൊരു ശ്വാസം കിട്ടുന്ന മാതിരിയാണ്. നമ്മളെ വീട്ടിലെത്തി നമ്മളെ അമ്മനെയും ബാക്കിയുള്ളവരെല്ലാവരെയും കാണുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണത്. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും കേട്ടോ, ഇത് എത്രയും കാലം നിന്നല്ലേ എന്ന്. പക്ഷേ ഞങ്ങൾക്കൊരു മോളാണ്. അപ്പം ഞാൻ പറയും മോളെ കല്യാണം കഴിച്ചാൽ കാണാം നമുക്ക് എന്താ സ്ഥിതി എന്നുള്ളത്. ഞാനൊരിക്കലും എൻ്റെ മോളെ അങ്ങനെ ദൂരത്തേക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കില്ല. പിന്നെ ഇനിയിപ്പോൾ പഠിച്ചവൻ്റെ വിധി എന്താണെന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ അധികവും നമ്മൾ ഈ ദൂരത്തേക്കൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കുക പറഞ്ഞാൽ നമ്മൾ നല്ല പ്രപ്പോസലൊക്കെ ആയിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ദൂരമായാലും വേണ്ടില്ല, കുട്ടിക്ക് ഫ്യൂച്ചറിലേക്ക് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുക. പക്ഷേ പിന്നെ കുറച്ചൊന്നും എന്തിനെങ്കിലും ഒരു കുറവുണ്ടെങ്കിലും അവനവൻ്റെ നാട്ടിലോ അല്ലെങ്കിൽ അതിനടുത്തുള്ള സ്ഥലത്തൊക്കെ കല്യാണം കഴിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ആ പെൺകുട്ടീനെ സംബന്ധിച്ച് അതിനൊരു പിന്നെ ചില സന്ദർഭങ്ങളുണ്ടാവും, ഒരു കാണേണ്ട സമയം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു പെട്ടെന്ന് വന്നിട്ട് കാണാനൊന്നും കഴിയില്ല. ജസ്റ്റ് നമ്മളെ വീട്ടിലാർക്കെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ കൂടിയിട്ട് പെട്ടെന്ന് നമുക്ക് വരാൻ തോന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും ബസ്സിലാണ് കേട്ടോ പോകല്. എനിക്ക് 2 ബസ് കയറി പോകണം. അത് ഹസ്ബൻഡ് കൂടെ ഉള്ളതിനോണ്ടാണ് സ്കൂട്ടിമേൽ വരുന്നത്. ബസ്സാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല കേട്ടോ. പക്ഷേ ബസ്സിൽ പോകുമ്പോൾ നല്ല സുഖമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് സീറ്റും കിട്ടി. KSRTC ആണെന്നുണ്ടെങ്കിൽ പറയണ്ട. ഇവിടെ KSRTC ഉണ്ടാവും, പക്ഷേ കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതേസമയം ലൈൻ ബസ്സാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഹ്യൂമിഡിറ്റിയാണ് ആ ബസ്സിലിരിക്കുമ്പോൾ തന്നെ. ഗ്ലാസ്സൊക്കെ ഇട്ട് നമുക്കൊരു ശ്വാസം കിട്ടാത്ത പോലെ കേട്ടോ. എനിക്ക് വേഗം ഒരു ഛർദ്ദിക്കാനൊക്കെ വരും. KSRTC എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ അതിൽ കയറി ഇരുന്നാൽ ഡ്രൈവർ കൊണ്ടുപോയി നമ്മൾ നിർത്തേണ്ട സ്ഥലത്ത് അവിടെ നിർത്തിക്കോളല്ലോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ടാവും, കഴിഞ്ഞു പോയ കാര്യങ്ങളുണ്ടാവും, വരാനിരിക്കുന്ന കാര്യങ്ങളുണ്ടാവും, നാളെ എന്ത് ചെയ്യണം, പിന്നെ മെയിനായിട്ടുണ്ടാവില്ല ഇന്നിപ്പോൾ തിരിച്ചു പോയിട്ട് വൈകുന്നേരത്തേക്ക് എന്താ ഉണ്ടാക്കുക, അങ്ങനത്തെ പല പല ചിന്തകളായിരിക്കും. യാത്രയിൽ ഏറ്റവും ഇഷ്ടം എന്താ പറയുക, നമ്മൾ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ നിന്നാണ് കുറ്റ്യാടിക്കുള്ള ബസ് കയറൽ. അപ്പോൾ ഇങ്ങനെ നമ്മളവിടെ നിൽക്കുമ്പോൾ വൈകുന്നേരമൊക്കെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടോ, ഈ പക്ഷികൾ കൂടണയാൻ പോകുന്ന പോലെ ഒരുപാട് ആൾക്കാർ ഓരോ ദിക്കുന്ന് ഇങ്ങനെ വരും. പക്ഷെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേ ചിരിക്കുക ഒന്നും ചെയ്യില്ല. ഓരോരുത്തർ ഓരോരോ ചിന്തകളുമായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ നല്ല രസമാട്ടോ അങ്ങനെയുള്ള മനുഷ്യന്മാരെ കാണാം.